ചിന്തിക്കുക പോലും ചെയ്യാത്ത നിരവധിയായ കാര്യങ്ങൾ നമുക്ക് കേൾക്കേണ്ടി വരും. അതിന് നമുക്ക് നമ്മുടെ കുടുംബത്തിൻ്റെ വലിയ പിന്തുണ വേണം, കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും പിന്തുണ വേണം. അതൊന്നും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അത് കിട്ടാതാകുമ്പോൾ നമ്മൾ ഡിപ്രസ്ഡ് ആയിപ്പോയി പലരും ഇതിൽ നിന്ന് പിന്മാറിപ്പോയിട്ടുണ്ട്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഈ വനിതാ ദിനവുമായി അനുബന്ധിച്ച് പിന്മാറിപ്പോയിട്ടുണ്ട്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഈ വനിതാ ദിനവുമായി അനുബന്ധിച്ച് നമ്മൾ ഒരു കാരണവശാൽ നമ്മൾ തീരുമാനിച്ച ഒരു കാര്യം, നമ്മുടെ പ്രൊഫഷൻ, അതിൽ നിന്നെങ്കിലും ചലഞ്ചസ് നേരിട്ടു എന്നുള്ള, നമ്മളെ ഒറ്റപ്പെടുത്തി എന്നുള്ളതിൻ്റെ പേരിൽ അതിൽ നമ്മൾ തയ്യാറാകരുത്. പിന്മാറിയാൽ അല്ല, സ്ത്രീ ശക്തി കരുതുന്നത് എന്ത് വെല്ലുവിളി നേരിടെ നമ്മളെ പിന്നോട്ട് വലിക്കാൻ നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ എന്നുള്ള അതിനാരും തടസ്സമല്ല. നമ്മളുമായി നിന്ന് കഴിഞ്ഞാൽ നമ്മളെ ഒരാൾ എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഐ ആം ഹാപ്പി ടു ബി, എസ്പെഷ്യലി ഞാൻ ഈ രാജ്യത്തിൻ്റെ ഒരു രാഷ്ട്രീയ സംസ്കാരത്തിൻ്റെ ഭാഗമാകാൻ എനിക്ക് കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം സന്തോഷത്തോട്ട് പോകുന്നത് എന്ന് കരുതുന്ന ഒരു സ്ത്രീയായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ ഇരിക്കുന്നത്. നിങ്ങളോടും എനിക്ക് പറയാനുള്ള മെസ്സേജ് അത് തന്നെയാണ് എന്ന് ഞാൻ ആമുഖമായി പറയുന്നു. ദാറ്റ് വാസ് റിയലി ഗ്രേറ്റ്. ബട്ട് എനിക്ക് അതിനകത്ത് കിട്ടിയ ഒരു പോയിന്റിലെ ഒരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാം പറയുകയുണ്ടായി, ഞാൻ രാഷ്ട്രീയ അധികാര ആ ഒരു കസേരയിലേക്ക് നോക്കിയല്ല, എനിക്ക് ഇതിലെ ആദർശം നോക്കിയാണ് രാഷ്ട്രീയത്തിലേക്ക് വന്നതെന്ന്. അപ്പോൾ ഒരു സ്ത്രീപക്ഷ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് അതിനകത്തുള്ളൊരു സംശയം, പുരുഷന്മാരും അങ്ങനെ തന്നെയാണ് വരുന്നത്, ആദർശങ്ങളിൽ ആകൃഷ്ടരായി തന്നെയാണ്, ജനങ്ങളെ സേവിക്കാൻ തന്നെയാണ് വരുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് വർഷങ്ങൾ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇവരുടെ സീറ്റ് വിഭജനം റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും സങ്കടത്തോടെ കണ്ടിട്ടുള്ള കാര്യമാണ്, ജയിക്കുമെന്ന് ഉറപ്പുള്ള സീറ്റിൽ എത്ര സ്ത്രീകൾക്ക് സാന്നിധ്യം കിട്ടുന്നുണ്ട് എന്നത്. അതേപോലെ തന്നെ ഒരു വനിതാ നേതാവ് ഏത് പരിധി വരെ എപ്പോഴും നമ്മൾ കാണുന്നതാണ്, പെട്ടെന്ന് ഒരാൾ ലൈംലൈറ്റിലേക്ക് വരുന്നു, പിന്നെ അവരെ കാണാതെയാവുന്നു. ഇത് വളരെ സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് എന്ന് ഞാനും വിശ്വസിക്കാം. പക്ഷേ എനിക്കിതേക്കുറിച്ച് നിങ്ങളോട് രണ്ടുപേരോടും ചോദിക്കാനുണ്ട്. പുതിയ തലമുറ എന്ന നിലയ്ക്ക് അവരെങ്ങനെ കാണുന്നു എന്ന സഖാവ് ചിന്തയോടും അതിനു മുമ്പ് സജിനി മാമിനോടും ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? കാരണം നമ്മൾ അധികാരം ഉദ്ദേശിച്ചല്ല വരുന്നത്, നമുക്ക് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ഉദ്ദേശിച്ചല്ല, ഞങ്ങൾക്ക് സേവനമാണ്. ഇത് നമ്മൾ വീട്ടിൽ പേര് പറഞ്ഞുകൊണ്ട് ഞാൻ അതിൻ്റെ അകത്ത് ഒരു ജസ്റ്റ് ഒരു കറക്ഷൻ പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞത് അത് മിസ്ഇൻറ്റർപ്രിറ്റ് ചെയ്ത് പോകാൻ പാടില്ലല്ലോ. തീർച്ചയായിട്ടും ഞാൻ ഉദ്ദേശിച്ചത് അധികാര രാഷ്ട്രീയം സ്ത്രീക്ക് വേണ്ട എന്നല്ല കേട്ടോ, അധികാര രാഷ്ട്രീയം സ്ത്രീക്ക് വേണം. ഞാൻ പറഞ്ഞത് വ്യക്തിപരമായി ഞാനൊരു ആശയത്തിൽ വിശ്വസിച്ചു വന്നു, എനിക്ക് ജനപ്രതിനിധി ആകാൻ ഒരു പുരുഷനും തടസ്സമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നുള്ളതേ പറഞ്ഞു. അത് ഞാൻ സമ്മതിച്ചു. നമ്മളൊരിതല്ല, ഒരു പുരുഷൻ ഒരിക്കലും തടസ്സമല്ല. പക്ഷേ നമ്മുടെ സമൂഹത്തിന്റെ കൺസെപ്റ്റിനെ കുറിച്ച് കൂടുതൽ സ്ത്രീകൾ അധികാര പദവിയിലേക്ക് വരേണ്ടതല്ലേ, കൂടുതൽ വിസിബിലിറ്റി വരേണ്ടതല്ലേ, കൂടുതൽ മുൻനിര നേതാക്കളായി നിങ്ങളെല്ലാവരും ഉയരേണ്ടതല്ലേ? ഈ ഭരണരംഗത്ത്, രാജനൈതിക രംഗത്ത് അതിശക്തരായ സ്ത്രീകളുടെ സാന്നിധ്യം കൊണ്ട് അതിസമ്പന്നമായ ഒരു പാരമ്പര്യം, ഒരു ചരിത്രം നമ്മുടെ രാജ്യത്തിനും നമ്മുടെ കേരളത്തിനുമുണ്ട്. ഇപ്പം മഹാരാഷ്ട്രയിൽ നിന്നുണ്ടായിരുന്ന അഹല്യാഭായി ഹോൾക്കർ അക്കാലത്ത് ഏതാണ്ട് 300 വർഷങ്ങൾക്ക് മുൻപ് സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി പ്രവർത്തിച്ച, സ്ത്രീ സംരംഭത്തിന് വേണ്ടി